സംഭവം ശരിയാണ്. സൈലത്തിലെ ഓരോ സ്റ്റുഡൻസിൻ്റെ പാരൻസിനും വേണ്ടിയിട്ട് സൈലം ആപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആക്ച്വലി സ്റ്റുഡൻസ് എത്രത്തോളം വീഡിയോസ് കണ്ടിട്ടുണ്ട്, എത്രത്തോളം സമയം നമ്മുടെ ആപ്പിൽ ചിലവഴിക്കുന്നുണ്ട്, നമ്മുടെ DPPs ഒക്കെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എത്രത്തോളം അവർക്ക് മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരൻസിന് അവരെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി എങ്ങനെയാണ് ഈ ആപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ. ആദ്യം നമ്മൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മുടെ ആ ഒരു സൈലം പാരൻസ് ആപ്പ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ ഒരു ആപ്പിൽ സൈലം പാരൻ്റ് ആപ്പ് ജസ്റ്റ് ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് കാണിക്കും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതിൽ പറയുന്നുണ്ട് സ്റ്റേ കണക്റ്റഡ് വിത്ത് യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടികളുമായിട്ട് അത്രയും സ്റ്റേ ചെയ്തിരിക്കുക. അതായത് ചിലപ്പോൾ നമ്മുടെ പാരൻസ് ചിലപ്പോൾ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലായിരിക്കും. ആ സമയത്ത് ഈ കുട്ടികളെ, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സമയം ജോലി സമയങ്ങളിൽ ഉണ്ടാകുന്ന പാരൻസിന് കുട്ടികളെ കംപ്ലീറ്റ് അനലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കില്ല. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. സോ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ ട്രാക്ക് യുവർ ചൈൽഡ്സ് പ്രോഗ്രസ്, കുട്ടി എത്രത്തോളം പ്രോഗ്രസ് ആവുന്നുണ്ട്, എത്രത്തോളം വീഡിയോസ് കാണുന്നുണ്ട്, അവൻ്റെ മാർക്ക് എത്രത്തോളം മാറ്റം വരുന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് അനാലിസിസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഏത് സബ്ജക്റ്റിലാണ് കുട്ടി വീക്ക് എന്നുള്ളത് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാനുണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ നിങ്ങൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ OTP ത്രൂ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ OTP ത്രൂ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചൈൽഡ് എന്നുണ്ടായിരിക്കും. അത് ഞാൻ ഓൾറെഡി ഇതിൽ ചെയ്തതുകൊണ്ട് ഇവിടെ ജംഷാദ് അലി എന്ന് കാണുന്നുണ്ട്. അത് ജസ്റ്റ് കണ്ടിന്യൂ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഇൻ്റർഫേസ് ഇവിടെ ഏതെങ്കിലും ബാച്ചിലായിരിക്കും. നമ്മൾ ഓൾറെഡി 4-5 ബാച്ചിൽ എൻ്റെ നമ്പർ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് 8ാം ക്ലാസ് മുതൽ 8, 9, 10 ഇവൺ 4, 5, 6 ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ആപ്പുകളുണ്ട്. മീൻസ് ആക്ച്വലി ബാച്ചുകളുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ 1-2 കുട്ടികളുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ബാച്ച് ഏതൊക്കെ ബാച്ചിലാണോ ആ ഒരു നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ബാച്ചുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. സോ തൽക്കാലം നമ്മൾ അസ്ത്ര ബാച്ചിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ എടുക്കുകയാണ്. നമുക്ക് 7ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 8, 9 ഒക്കെ ഉണ്ട്. ഏത് ബാച്ച് ആണെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ് സെയിം ആയിരിക്കും. സ്റ്റാർട്ടിങ് ലെക്ചേഴ്സ് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. എത്ര ചാപ്റ്റേഴ്സ് കുട്ടി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് പാരൻസിന് ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ വാച്ച് ടൈം, എത്ര ഹവർ വാച്ച് ചെയ്തു, അതുപോലെ തന്നെ എത്ര മിനിറ്റ് വാച്ച് ചെയ്തു എന്നുള്ളത് കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇത് അതിൻ്റെ അനലൈസ് കിട്ടുന്നത് ഇവിടെ ഓൾറെഡി 64 വീഡിയോസ് ആണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അതിലെത്ര വീഡിയോസ് കണ്ടു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം വീക്ക്ലി റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. വീക്ക്ലി റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രാഫ് രൂപത്തിൽ ഓരോ ദിവസവും എത്ര വീഡിയോസ് അല്ലെങ്കിൽ എത്ര മിനിറ്റാണ് അവർ ഈ ഒരു ലൈവ് കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൻ്റെ അടിയിൽ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും മാത്സ്, ഫിസിക്സ്, ബയോളജി, ജിയോഗ്രഫി തുടങ്ങിയിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ആ കുട്ടിക്ക് നമ്മുടെ ആപ്പിൽ ലൈവുകൾ കിട്ടുന്നത് ആ ക്ലാസ്സുകളുടെയൊക്കെ ഡീറ്റെയിൽസ്, അത് എത്ര ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ആ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എത്ര ടൈം കണ്ടു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നേരെ വരുന്ന സമയത്ത് DPPയിലേക്കാണ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ലൈവ് സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ആക്ച്വലി കുട്ടികൾക്ക് 5, 10, 15 ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ കുട്ടി ചെയ്തതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് ആയിരിക്കും ഇവിടെ ലഭിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ കുട്ടി എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ കാണുന്നുണ്ട്, എത്രത്തോളം ആൻസേഴ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു DPP നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് മനസ്സിലായെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്ക് ഉണ്ടെങ്കിൽ അതും ഇത് ത്രൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 12ഓളം DPPs ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പെർസെൻറ്റേജ് വൈസ് ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക്, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ മന്ത്ലി DPP പെർഫോമൻസിൻ്റെ ഗ്രാഫും ഇവിടെ കിട്ടുന്നതായിരിക്കും. അതും നമുക്ക് സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തുന്നതാണ്. ഇപ്പോൾ ആക്ച്വലി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ബേസിക് ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു യൂണിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അനൗൺസ്മെൻറ്റ്. സൈലത്തിൽ നിങ്ങളോട് പറയാനുള്ള എന്തെങ്കിലും എക്സ്ട്രാ അനൗൺസ്മെൻറ്റ് കുട്ടിക്ക് ആപ്പിൽ ലഭിക്കുന്നത് പോലെ തന്നെ പാരൻസിന് ഇവിടെയും ലഭിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ച്വലി നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും അതിലുണ്ട്.
ഫോർ എക്സാമ്പിൾ ഐ എം ഹാവിങ് എ ട്രബിൾ മേക്കിംഗ് എ പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ തുടങ്ങിയിട്ട് കോമൺ ആയിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സും ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് അസ് എന്നുള്ള ആ ഒരു ഫെസിലിറ്റിയും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കൺസേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഇഷ്യൂ എന്താക്കാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ആ ഇഷ്യൂസ് നിങ്ങൾ ചോദിച്ചെങ്കിൽ അതിൻ്റെ റിപ്ലൈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം ആയിട്ടുണ്ട്, അപ്ഡേറ്റ്സ് എത്ര ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ആക്ച്വലി സ്റ്റുഡൻസ് പാരൻസ് ഡാഷ്ബോർഡിന് മാത്രമായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ആപ്പ് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ പാരൻസ് എല്ലാവരും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ബാച്ചിലേക്ക് നിങ്ങൾ ഓൾറെഡി ക്ഷണിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റിൽ 4ാം ക്ലാസ് മുതൽ +2 വരെ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CBSE നോക്കുകയാണെങ്കിൽ 8ാം ക്ലാസ് മുതൽ +2 വരെയാണ് നമ്മുടെ CBSE ബാച്ചുകളുള്ളത്. സോ ഇനി വരുന്ന വർഷത്തേക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും സൈലത്തിൻ്റെ ബാച്ച് എന്ന് പറയുന്നത്. ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്താക്കും, ഈ ഒരു വീഡിയോയുടെ അവസാനം ഒരു പിക്ചറായിട്ട് നമുക്ക് കൊടുക്കുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് ആ ഒരു നമ്പറിൽ ഡീറ്റെയിൽസ് നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏതായാലും പാരൻസിന് ഇനി മുതൽ സ്റ്റുഡൻസിനെ നല്ല അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, ആക്ച്വലി അവരെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.